അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വീഡിയോ മല്ലു ഫാമിലിയുടെ നാടകത്തെക്കുറിച്ചായിരുന്നു. ആ നാടകം എല്ലാവർക്കും അറിയാം. സ്വന്തം ഭാര്യനെ കുറിച്ച് മോശം തംബ്നെയിലുകളും ക്യാപ്ഷൻസും ഇട്ടിട്ട് മില്യൺസ് ഓഫ് വ്യൂസും മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സും പുതിയ ചാനൽ വരെ ക്രിയേറ്റ് ചെയ്ത് അതിൽ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത ആ നാടകത്തിൻ്റെ കഥ, ചുരുളഴിയാത്ത ആ നാടകത്തിൻ്റെ കഥ എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ ആ നാടകത്തിൻ്റെ അവസാനം ആ മല്ലു ഫാമിലിയിലെ സുജിൻ്റെ സ്വന്തം പൊന്നൂസും ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് 2 ദിവസം മുമ്പ്. ഏറ്റവും ബെസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. കാരണം ആ ഇൻ്റർവ്യൂവറുടെ ചോദ്യങ്ങളൊക്കെ ഒരു ഓഡിയൻ അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ലേശം ഉളുപ്പുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ വിചാരിച്ച എന്തൊക്കെ ചോദ്യങ്ങളായിരുന്നു. അതൊക്കെ കുറിക്ക് കൊള്ളുന്ന ചോദ്യങ്ങൾ പോലെ ഷഡേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അതിലൊരു 2-3 ചോദ്യങ്ങളും അതിന് ഇവർ കൊടുത്ത എക്സ്പ്ലനേഷൻ മെഴുകലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാം, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. നേരെ വീഡിയോയിലേക്ക്. ഒരു ഫെയിമിനും പൈസയ്ക്കും വേണ്ടിയിട്ടാണോ നിങ്ങൾ അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോ തന്നെ അത് നമ്മൾ വീഡിയോസ് കാണിച്ചിരുന്നില്ല. ശരിക്കും ഇവളെ വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിൽ ശരിക്കും പറയാൻ കാരണം എന്റെ പെങ്ങള് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പെങ്ങള് വീട്ടിലേക്ക് വന്ന സമയത്താണ് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവള് ഞാൻ അടിപിടി പോലെ ഉണ്ടായിട്ട് പ്രശ്നം ഉണ്ടായത്. പക്ഷെ അപ്പൊ ചേച്ചി അവിടെ വീട്ടിൽ വന്നു എന്നുള്ളതൊരു അതിനെ ചൊല്ലിയിട്ട് കമന്റ്സ് തുടങ്ങി. എന്ത് നാത്തും പോരാണ്. ഞാൻ ഇവള് പോയതിനെ പറ്റി ഞാൻ വീഡിയോസിനെ പറ്റി ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനൊരു വീഡിയോസ് ഇട്ടു. അപ്പൊ അതിന് ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെ പൊന്നൂസ് എവിടെയെന്ന് ചോദിച്ചിട്ട് ഞാനൊരു മറ്റേ ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോസിന് ഒടുക്കത്തെ വ്യൂസ്. അവർ ചോദിച്ചത് നിങ്ങൾ ക്യാഷിനും റീച്ചിനും വേണ്ടിയല്ലേ ഈ വീഡിയോന് ഈ മോശം തംബ്നെയിലുകളും ക്യാപ്ഷൻസും ഇട്ട് ഓഡിയൻസിനെ പറ്റിച്ചതെന്നാണ്. അപ്പോൾ അതിന് സുജിന് പറയുന്ന അല്ല. എന്നിട്ട് സുജിന് പറയുന്നത് അവരൊരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. അപ്പോൾ വീട്ടിലുണ്ടായ ഒരു പ്രശ്നം അതിനെ തൊല്ലി വീഡിയോ ഇട്ടു. ആ വീഡിയോന് നല്ല റീച്ച്. ആ റീച്ച് കണ്ടപ്പം പുള്ളി വിചാരിച്ച് എന്നാൽ പിന്നെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ വിറ്റ് കുറച്ച് കാശ് ഉണ്ടാക്കാമല്ലോ. പുള്ളി അല്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഉത്തരം അതേ എന്ന് ന്യായീകരിക്കുന്ന രീതിയിലുള്ളതാണ്. എടോ, താൻ തൻ്റെ വീട്ടിലെ പ്രശ്നത്തിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനും ഭയങ്കര റീച്ച് കണ്ട് താനത് 1 മാസം 2 മാസത്തോളം കണ്ടിന്യൂ ചെയ്തത് റീച്ചിനും പൈസക്കും വേണ്ടിയല്ലേ എന്ന് തന്നെയാണ് ഇൻ്റർവ്യൂവർ ചോദിച്ചത്. മനസ്സിലായോ? മനസ്സിലാവില്ല. അത് അപ്പോൾ നമുക്ക് ഓഡിയൻസിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് സുജിന് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം അടുത്ത ചോദ്യം, ഓരോ ഓഡിയൻസും നമ്മൾ ആരും മറക്കില്ല. സ്വന്തം ഭാര്യയ്ക്ക് അഭീസം ഉണ്ടെന്ന് പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ടിട്ട് ആ വീഡിയോസ് റീച്ച് കയറ്റിയ മനുഷ്യനെ കുറിച്ച് ആ വീഡിയോയ്ക്ക് അങ്ങനെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കാൻ കാരണം എന്തായിരുന്നു, ആ മൈൻഡ് സെറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇൻ്റർവ്യൂവർ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം നമുക്ക് കാണാം. പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് അത് അല്ല, നമ്മള് ഒരു ഹസ്ബൻഡ് ആവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തംബ്നെയിൽ ഇടുന്നുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തംബ്നെയിൽ ഇട്ടു? എൻ്റെ മനുഷ്യ, ഇവരുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിക്കുക. ഒരു ഇൻ്റർവ്യൂവറുടെ മുന്നിലിരുന്ന് ഇങ്ങനെ പുഴുങ്ങേണ്ടി വരുന്നത്. സ്വന്തം ഭാര്യനെ കുറിച്ച് ആരും അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇടില്ല. എന്തുകൊണ്ട് നിങ്ങൾ സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തംബ്നെയിൽ ക്യാപ്ഷനും ഇട്ട ആളുകളെ പറ്റിച്ചെന്ന് മുന്നിൽ ഇരുത്തി ചോദിച്ചിട്ട് ആ ചോദ്യം കേൾക്കേണ്ടി വന്ന ആളുടെ ഗതികേട്. സുജിന് ആ ഗതികേട് ഉണ്ടാവില്ല കേട്ടോ. സുജിന് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് ആരുടെയെങ്കിലൊക്കെ തലയിൽ ഇടണമല്ലോ. കാരണം ഒരാൾ മുന്നിലിരുന്ന് പുഴുങ്ങുവാണ്. ഒരാൾ മുഖത്ത് നോക്കി ചോദിക്കണം, ഏട്ടോ മനുഷ്യ തനിക്ക് നാണമുണ്ട് സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞ് ക്യാപ്ഷൻ ഇടാമെന്ന് ചോദിച്ചാൽ സ്വന്തം തലയിൽ ഉദിച്ച ബുദ്ധിയാണ്, ദ ബ്രെയിൻ എൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ചീന പരിപാടി വേറെ ഇല്ലല്ലോ. അപ്പോൾ ആരുടെയും തലയിൽ ഇടണമല്ലോ. അപ്പോൾ കറക്റ്റ് സ്ഥലത്താണ് നമ്മൾ സുജിൻ ഭായ് കൊണ്ട് ഇട്ടത്. ആരും ചോദിക്കാനില്ലാത്ത ക്ലീൻ ഷീറ്റ് കിട്ടുന്നൊരു സ്ഥലത്ത് കൊണ്ടുപോയി അതിനുള്ള ഉത്തരം ഇട്ട് ഇതാണ് കാരണക്കാരൻ, ഇയാളാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞിട്ട് ആരും ചോദിക്കാൻ വരാത്ത ഒരാളുടെ ഒരു കക്ഷിയുടെ പുറത്ത്. കേട്ടോ, ഞാനിടുന്ന എല്ലാ കമന്റ്സുകളും ഈ തംബ്നെയിലുകളും കമന്റ്സുകളിൽ നിന്ന് എടുക്കുന്നതാണ്. മറ്റേ ഇതേപോലെ ഓരോ നെഗറ്റീവ് കമന്റ്സ് ആ കമന്റ്സ് കാണുമ്പോഴേക്കും ഇപ്പോൾ ഐഡിയ തോന്നുക അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കമന്റ്സ് എടുത്തിട്ട് ഞാൻ ടൈറ്റിലാക്കിയിട്ട് കൊടുക്കും. പിന്നെ അപ്പുറം ഭയങ്കര ഒരു ദേഷ്യവും ഇതൊക്കെ ആയിരുന്നു. കാരണം ശരിക്കും പിരിയും എന്നുള്ളത് തന്നെ ആയിരുന്നു. ഉറപ്പായിട്ടും പിരിയിച്ചിട്ട് തന്നെയുള്ള, കാരണം അവിടെ വരെ എത്തിയിട്ടുണ്ടാവുന്നു. സത്യം പറഞ്ഞ ഇപ്പൊ പ്രശ്നം തീർന്നിരിക്കുന്നത് എന്റെ അളിയനും പെങ്ങളൊക്കെ ഉള്ളതാണ്. കാരണം അളിയനെ കേട്ടല്ലോ, ഇത് സ്വന്തം തലയിൽ ഉദിച്ച ബുദ്ധിയല്ല.
താൻ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതുമാതിരി കമൻറ്റുകൾ കാണും. എന്നിട്ട് അപ്പം പിന്നെ വിചാരിച്ച് ഇത് നല്ല കമൻറ്റാണ്, ഇത് ആളുകളെ എൻകറേജ് ചെയ്യുന്ന കമൻറ്റാണ്, എന്നാൽ ഇതെൻ്റെ വീഡിയോയുടെ ക്യാപ്ഷനും തമ്മിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ട കമൻ്റ് എടുത്ത് ഒരു കമൻ്റ് എടുത്തിട്ടാണ് സ്വന്തം ഭാര്യയ്ക്ക് അഭിഹിതം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എടോ തൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിലും മോശപ്പെട്ട രീതിയിൽ തൻ്റെ പെങ്ങളെക്കുറിച്ചോ ഭാര്യനെക്കുറിച്ചോ അമ്മയെക്കുറിച്ചൊക്കെ ആരെങ്കിലും കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതും റീച്ചിന് വേണ്ടി താൻ ക്യാപ്ഷൻ ആക്കുമോ? സൂചിനാക്കുമായിരിക്കും എനിക്ക് തോന്നുന്നു. അതും അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടല്ലോ ഭാര്യയായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ മൈൻഡ് സെറ്റിലായിരുന്നു. എന്നാൽ പിന്നെ ഇങ്ങനൊരു ക്യാപ്ഷനും ഇട്ട് അലക്കിയേക്കാം, അതാകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. ഇവരുടെ വീഡിയോ തുറന്നു നോക്കിയ ഒരാൾ, ഇവരുടെ വീഡിയോയും തമ്മിൽ യാതൊരു ബന്ധമില്ല, അത് ഓക്കെ. പക്ഷേ ഇവരുടെ വീഡിയോ തുറന്നു നോക്കി എല്ലാവരും ഫുൾ വീഡിയോ കാണണമെന്നില്ല. അപ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക, ജസ്റ്റ് ക്യാപ്ഷൻ മാത്രം കണ്ടിട്ട് ഇവൻ്റെ ഭാര്യയ്ക്ക് അഭിഹിതമാണോ, എന്നാൽ ജസ്റ്റ് ഒന്ന് കണ്ട് 2 സെക്കൻഡ് കണ്ട് പുറകോട്ട് അടിക്കുന്ന ഒരാൾ ഇയാളുടെ ഭാര്യയ്ക്ക് അഭിഹിതം ഉണ്ടെന്ന് വിചാരിക്കും, ഇയാളുടെ ഭാര്യ മോശക്കാരിയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ വിചാരിച്ചുകൊണ്ടേ നടക്കും. നാട്ടിൽ തന്നെ ആളുകൾ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങി നടക്കണ്ടല്ലേ? സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധനം എയർ ചെയ്താൽ റോക്കറ്റ് സ്പീഡിലാണത് ആളുകളിലേക്ക് സ്പ്രെഡാവുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് സ്വന്തം ഭാര്യനെ കുറിച്ച് അഭിഹിതം ഉണ്ടെന്ന് പറഞ്ഞ് സ്പ്രെഡ് ചെയ്യാൻ കാണിച്ച മനസ്സ്, എന്നിട്ട് അതിനെ മെഴുകുവാണ് ന്യായീകരിച്ചിട്ട്. എന്തായാലും ഇതൊക്കെ കേൾക്കുന്ന ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് ഇതിനെക്കുറിച്ച് അവരിതിനെക്കുറിച്ച് ഇതുവരെ ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ലല്ലോ. അവരോട് ചോദിക്കുന്നുണ്ട് ഇൻ്റർവ്യൂവർ, അവരെന്താ പറയുന്നത് നോക്കാം. ഇതിനെ പറ്റിയിട്ടും നമ്മളതൊരു സ്വന്തം ഹസ്ബൻഡാണ് അതൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു തമ്മിൽ കണ്ടപ്പോ അത് ആളിട്ടപ്പോ എങ്ങനെയായിരുന്നു പൊന്നൂസിന്റെ ഒരു? ഞാനങ്ങനെ ഏട്ടനോട് ഡയറക്റ്റ് ഞാൻ ചോദിച്ചൊന്നുമില്ല, കാരണം ഞങ്ങൾ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ ചേച്ചിനോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ഷോക്ക് തന്നെയായിരുന്നു അങ്ങനെ ഒരു തമ്മിലേന്. കാരണം ഇത് ഇടുമ്പോഴാണ് നമ്മൾ തന്നെ എല്ലാവരും അറിയുന്നത് ഇങ്ങനെ തമ്മിലേന് വന്നതാണ്. അപ്പൊ എല്ലാവരും അവിടെ പ്രശ്നങ്ങൾ അതിന് ചൊല്ലിട്ടുണ്ടായതാണ്. അപ്പം ഏട്ടൻ ഇങ്ങനെ അറിഞ്ഞത് എന്താണ്, ഇങ്ങനെ കമന്റ്സ് വന്നത് കൊണ്ടും പിന്നെ ആ ഒരു കമന്റ്സ് വെച്ചിട്ട് പിന്നെ ആൾക്കാർ വേറെ ചാനൽസ് ആദ്യം വെച്ച് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ നമ്മൾ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഏട്ടൻ അത് നെഗറ്റീവായി തോന്നുന്നത്. പിന്നീട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏട്ടൻ നെഗറ്റീവായിട്ട് തോന്നാത്തത് കാരണം ഏട്ടൻ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് വീഡിയോയിൽ പറയുന്നത്. തംബ്ലൈൻ ആൾക്കാർ അങ്ങനെ കൊടുത്തത് ഏട്ടൻ്റെ തംബ്ലൈൻ ഇടാം. അപ്പൊ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തതുകൊണ്ടും ഒരുപാട് കമന്റ്സ് തന്നെ വന്നുകൊണ്ടും എല്ലാവർക്കും അത് ആ വീഡിയോ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാരണം അങ്ങനെ എടുത്ത് കാണുമ്പോൾ എല്ലാവരും എന്തായാലും ഒബ്വിയസ്ലി ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതെന്നാണ് എനിക്ക്. ബെസ്റ്റ് ഭാര്യ, ഏട്ടനെ ന്യായീകരിക്കുന്ന കാന്താരി തന്നെ. ഇവർ പറയാണ് ഏട്ടനിട്ട വീഡിയോയുടെ അകത്ത് ഒന്നും തന്നെ ഇല്ല, അതായത് ക്യാപ്ഷനെയോ തമ്മിലിനെയോ സാധൂകരിക്കുന്ന തരത്തിലൊന്നുമില്ല. കാരണം ഏട്ടൻ ഓഡിയൻസിനെ പറ്റിക്കാനിടുന്ന ക്യാപ്ഷനും തമ്മിലും ആണല്ലോ, അതെല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാണ് സംഭവിക്കുന്നത്, ഒരു 50% പോട്ടെ 30% ആളുകൾ ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ മാത്രം കാണുകയാണെന്ന് വിചാരിക്കും. ഇതുപോലുള്ള തമ്മിലും ക്യാപ്ഷൻസും കൊടുത്തിട്ട വീഡിയോസിൻ്റെ ഫസ്റ്റ് പോർഷൻസ് മാത്രം, ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഈ വീഡിയോയുടെ 1/3 മാത്രം കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറയാം, ഈ പുള്ളിക്കാരനൊരു ബിൽഡപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഈ തമ്മിലിനെ സാധൂകരിക്കുന്നതാണെന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിൽഡപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഫുൾ ലെങ്ത് ഇരുന്ന് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവും വീഡിയോയുടെ അകത്ത് ഈ തമ്മിലിനെ സാധൂകരിക്കുന്ന പോയിട്ട് ഈ തമ്മിലുമായിട്ട് ബന്ധമുള്ള ഒന്നും തന്നെ ഇല്ലയെന്ന്. ഈ 30% ആളുകൾ ഓരോ വീഡിയോയും ഇതുപോലെ 1.5 മാസത്തോളം ഇയാളിട്ട ഓരോ വീഡിയോയും 30% വാച്ച് ചെയ്യുന്ന ഒരു 60% ഓഡിയൻസ് ഉണ്ടെന്നായിരിക്കും. ആ 60% ഓഡിയൻസിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തിക്കുന്നത് സ്വന്തം ഭാര്യയ്ക്ക് അഭിഹിതം ഉണ്ടെന്നും സ്വന്തം ഭാര്യയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്നും വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നുള്ള രീതിയിലാണ്. ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണെന്ന് വെച്ചിട്ട് സ്വന്തം ഭാര്യയെയും വീട്ടിലുള്ളവർ മോശക്കാരാക്കിയിട്ട് തമ്മിലും ക്യാപ്ഷൻസും ഇട്ട് റീച്ച് ഉണ്ടാക്കാമെന്ന് സ്വന്തം തലുക്കെട്ടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. പക്ഷെ അത് കാണുന്ന ഓഡിയൻസിനത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് അത് ന്യായീകരിക്കാൻ ഇങ്ങനൊരു ഭാര്യയുള്ള സ്ഥിതിക്ക് സമാധാനം. ഏട്ടൻ ഇട്ട വീഡിയോയുടെ അകത്ത് അങ്ങനെയൊന്നുമില്ലല്ലോ. പിന്നെ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, കാരണം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇമാതിരി കാര്യങ്ങൾ കാണാനാണെന്ന്, അത് സത്യം. പക്ഷേ സ്വന്തം ലൈഫൊക്കെ വെച്ച് ആരെങ്കിലും ചെയ്യോടെ? സ്വന്തം ജീവിതത്തിൽ ഞാൻ മോശക്കാരിയാണ്, എൻ്റെ ഭാര്യ മോശക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലുള്ള മൈൻഡ് സെറ്റുള്ള ഓഡിയൻസിനെ ആകർഷിച്ച് വ്യൂസും ക്യാപ്ഷൻസും അല്ല ക്യാഷും ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുമോ? അങ്ങനത്തെ ആളുകൾ ഇവരൊക്കെ എന്താ പറയുന്നത്? ഇവരിങ്ങനെ ന്യായീകരിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. കാരണം ഇവരെ പോട്ടെ, ഇവരിങ്ങനെ ന്യായീകരിച്ച് ജീവിതം കളയുമെന്ന് വിചാരിക്കുക. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഇവിടെ 2030 2080 എത്ര വർഷം കഴിഞ്ഞാലും ഇവരെ പറ്റി എയർ ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കും. നാളെ ഇവരുടെ മക്കൾ വലുതായി അവർ സ്വയം ബുദ്ധി മെച്ചോർഡായിട്ടിരിക്കുന്ന സമയത്ത് അവരവരുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് ഐഡൻറ്റിറ്റിയാണ് അവർ
സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? സ്വന്തം ഭാര്യേനെ കുറിച്ച് മോശമായി ചിത്രീകരിച്ച് ഓഡിയൻസിനെ എൻകറേജ് ചെയ്യിച്ച് വ്യൂസും മില്യൺ കണക്കിന് വ്യൂസും ക്യാഷും ഉണ്ടാക്കിയ ഒരാളെന്നുള്ള രീതിയിലാണ് പേരൻസിനെ മക്കൾ മനസ്സിലാക്കേണ്ടത്. ആ മക്കൾ പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാരെന്താ പറയുക, നിങ്ങളെ അച്ഛനും അമ്മയും പണ്ട് കുറേ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കിയെന്നറിയാം? സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ നാട്ടുകാരെ പറഞ്ഞ് വളച്ചൊടിച്ച് കേൾപ്പിച്ചിട്ട്, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ വിറ്റാണ് കാശ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ മക്കൾ കേൾക്കുന്ന ആ മക്കളുടെ അവസ്ഥ എന്താ? സ്വന്തം അച്ഛനും അമ്മ എന്നൊക്കെ പറഞ്ഞാൽ മക്കൾക്ക് എപ്പോഴും വഴി കാണിക്കുന്ന, അല്ലെങ്കിൽ അഭിമാനത്തോടെ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്ന കാണിച്ചു തന്ന വഴികളിലൂടെ ഞാൻ വളർന്നു വന്നതെന്ന് പുറത്ത് പറയാൻ തോന്നുന്ന രീതിയിലായിരിക്കണം ഒരു അച്ഛനും അമ്മയും മക്കളുടെ മുന്നിൽ വളരേണ്ടത്. അല്ലെ നിന്ന് കാണിച്ചു കൊടുക്കേണ്ടത്, അവരെ വളർത്തേണ്ടത്. അവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ സുജിനോ പൊന്നൂസിനോ പറ്റുമോ? കാരണം ഇമാതിരി കോപ്രായങ്ങളല്ലേ കാണിക്കുന്നത്. ഇതുപോലത്തെ കോപ്രായങ്ങളല്ലാതെ പറഞ്ഞു കൊടുക്കാൻ ഇവരുടെ തലയിൽ വേറെ എന്താ ഉണ്ടാവുമോ? അത്രയൊക്കെ കോമൺ സെൻസോടെ ചിന്തിക്കും. സ്വന്തം മക്കൾ നാളെ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ കാണുക. കാരണം ഇവർ തന്നെ പറഞ്ഞ് ഇവർക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ആക്കുക, വീഡിയോസ് പ്രൈവറ്റ് ആക്കുക. ഇവരെക്കുറിച്ച് എന്നെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സ് അടക്കം വലിയ എസ്റ്റാബ്ലിഷ്ഡ് യൂട്യൂബേഴ്സ് വരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഏറെ തന്നെ കിടക്കും. അതൊക്കെ ഇവരുടെ മക്കളും കാണും, മറ്റു ഫാമിലി മെമ്പേഴ്സും കാണും, ഇവരുടെ എത്രയൊക്കെ ജനറേഷൻ കഴിഞ്ഞാലും കാണും. അപ്പോൾ ഇവരുടെ കുറിച്ചുള്ള അവരുടെയൊക്കെ മനസ്സിലെ ചിന്ത എന്താ? കാശുണ്ടാക്കാൻ എന്തും വിൽക്കും, എന്ത് കണ്ടൻറ്റും വിൽക്കും സോഷ്യൽ മീഡിയയിൽ. അതിന് ഏത് തരത്തിലുള്ള തംബ്നെയിലുകളും ഉണ്ടാക്കും. അതിനുവേണ്ടി ഇങ്ങനെ ഇരുന്ന് ഇൻ്റർവ്യൂസിൽ വന്നിരുന്ന് മെഴുകുന്ന തരത്തിലുള്ള വ്യക്തികളാണ്. എനിക്ക് മനസ്സിലാണല്ലോ ഇവരെയൊക്കെ മൈൻഡ് സെറ്റ്.